വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 11ഉം 12ഉം പുസ്തകങ്ങളാണ്. 1-2 രാജാക്കന്മാർ. സോളമൻ രാജാവ് ഭരണമേൽക്കുന്നത് മുതൽ BC 587 ജെറുസലേം നശിക്കുന്നതുവരെയുള്ള ചരിത്രമാണ് 1-2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. സോളമന്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു. സോളമന്റെ ജ്ഞാനം എക്കാലത്തും പ്രകീർത്തിക്കപ്പെടുന്നു. 2 സാമുവേൽ 7-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ നാം കാണുന്നു: ദിനങ്ങൾ തികഞ്ഞ നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തുമെന്ന് ദാവീദിനോട് ചെയ്ത വാഗ്ദാനം സോളമനിൽ നിറവേറി. ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ദേവാലയം സോളമൻ നിർമ്മിച്ചു. എന്നാൽ വിജാതീയ ഭാര്യമാർ അവസാന നാളുകളിൽ സോളമനെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന് ധാരാളം എതിരാളികളുണ്ടായി. സോളമന്റെ ഭരണശേഷം ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ 2ആയി വിഭജിക്കപ്പെട്ടു. യൂദ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ ജെറുസലേം തലസ്ഥാനമായി യൂദാ രാജ്യമായി. മറ്റ് 10 ഗോത്രങ്ങൾ സമരിയ തലസ്ഥാനമായി ഇസ്രായേൽ രാജ്യമായി. BC 931 മുതൽ 721 വരെ ഭരണം നടത്തിയ 18 രാജാക്കന്മാരും ദൈവഹിതത്തിനെതിരെ പ്രവർത്തിച്ചവരാണ്. ആഹാബ് രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം അകന്നുപോയത്. BC 721 ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു. വിഗ്രഹാരാധനയിൽ നിന്നും രാജാക്കന്മാരെയും ജനങ്ങളെയും പിന്തിരിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുമായി ഏലിയ, എലീഷ, ആമോസ്, ഹോസിയ എന്നീ പ്രവാചകന്മാർ ഇസ്രായേലിലും യേശയ്യ, ജെറമിയ എന്നീ പ്രവാചകന്മാർ യൂദായിലും പ്രവർത്തിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. BC 587 ജെറുസലേം നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. യഹൂദർ ബാബിലോണിൻ്റെ അടിമകളും പ്രവാസികളുമായി. യൂദാ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം അവസാനിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ധാരങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.